ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി മത്സര നടത്തിപ്പിനെ ചൊല്ലി ഇപ്പോൾ പുതിയ വിവാദം കൊഴുക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 10 നടത്താനിരുന്ന വള്ളംകളി മാറ്റിവെച്ചെങ്കിലും പിന്നീട് തീയതി പ്രഖ്യാപിക്കാതെ റദ്ദാക്കും എന്നായതോടെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഇതിനിടെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് 2.25 കോടി രൂപ അനുവദിച്ചതോടെ വിവാദം ആളിക്കത്തുകയാണ്. വിവാദം തണുപ്പിക്കാൻ മന്ത്രിമാർ രംഗത്തെത്തിയെങ്കിലും തീയതി തീരുമാനിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വള്ളംകളി പ്രേമികളും ബോട്ട് സംരക്ഷണ സമിതിയും. മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് സർക്കാരിൻ്റെ ആലോചനയിലില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം സഹായവുമില്ല. വേണമെങ്കിൽ വള്ളംകളി ക്ലബ്ബുകൾക്ക് സ്വന്തം നിലയിലൊരു വള്ളംകളി നടത്താമെന്നതായിരുന്നു സംരക്ഷണ സമിതി സർക്കാരിനെ സമീപിച്ചപ്പോൾ ആദ്യം ലഭിച്ച മറുപടി. പിന്നാലെ വയനാട്ടിൽ നിന്ന് ആലപ്പുഴയോളം ദൂരമില്ലാത്ത ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ജലമേളയ്ക്ക് 2.25 കോടി അനുവദിച്ചതോടെയാണ് കരകളിലും കായലിലും പ്രതിഷേധം ഇരമ്പിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ബേപ്പൂർ ഫെസ്റ്റും നെഹ്റു ട്രോഫി വള്ളംകളിയും സജീവ ചർച്ചയായതോടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരണവുമായി നേരിട്ടും അല്ലാതെയും രംഗത്തെത്തി. വള്ളംകളി നടത്തിപ്പിനായി കഴിഞ്ഞ വർഷത്തെ പോലെ 1 കോടി രൂപ ഇത്തവണയും അനുവദിച്ചു. എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി തീയതി തീരുമാനിക്കേണ്ടത് സർക്കാരല്ല, NTBR സൊസൈറ്റിയാണെന്ന നിലപാടിൽ മന്ത്രി കൈമലർത്തി. അത് ബന്ധപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത്, ടൂറിസം വകുപ്പല്ല. എന്നാണോ തീരുമാനിക്കുന്നത് അത് അന്ന് അതിനെല്ലാ പിന്തുണയും നൽകും. എല്ലാ നിലയിലും സാമ്പത്തികമായും അല്ലാതെയുമുള്ള എല്ലാ പിന്തുണയും അതിന് നൽകുന്നതായിരിക്കും. 1 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നൽകാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളിയെയും ബേപ്പൂർ ഫെസ്റ്റിനെയും താരതമ്യപ്പെടുത്തി ചിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നും മന്ത്രി. തെറ്റായ ഒരു പ്രചരണം ഇതിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പൊതുവെ ആളുകൾക്കറിയാം. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഓണത്തിന് പരിപാടിയല്ല. 2 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. ചൂരൽമല ദുരന്തത്തിന് മുമ്പ് വർക്കിംഗ് ഗ്രൂപ്പ് എടുത്തൊരു തീരുമാനമാണ് 45 ഇനങ്ങൾക്ക് അംഗീകാരം നൽകുക. അതിലൊന്നാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് പിന്നിൽ അത് കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി തീയതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനാ യോഗത്തിന് പോലും സർക്കാരോ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയോ വള്ളംകളി ക്ലബ്ബുകളോടോ സംരക്ഷണ സമിതികളോടോ ഒരു അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല. വള്ളംകളി റദ്ദാക്കിയാൽ വലിയ സാമ്പത്തിക നഷ്ടമാകും ടൂറിസം മേഖലയ്ക്കും വള്ളംകളി ക്ലബ്ബുകൾക്കും ഉണ്ടാവുക. 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെയാണ് ഓരോ ക്ലബ്ബുകൾക്കും പരിശീലനത്തിനും മറ്റുമായി ചെലവായത്. ലക്ഷക്കണക്കിന് ജലോത്സവ പ്രേമികൾ, 7000-ഓളം തുഴച്ചിലുകാർ, അത്രത്തോളം സംഘാടകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആവശ്യപ്പെട്ടിട്ടും തീയതി സംബന്ധിച്ച തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർക്കോ ഭരണപക്ഷ MLA-മാർക്കോ അനങ്ങാപ്പാറ നയമായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇക്കുറി വള്ളംകളി ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായെങ്കിലും മാസങ്ങളായി പരിശീലനം നടത്തുന്ന ക്ലബ്ബുകൾക്ക് അത് സെപ്റ്റംബറിനപ്പുറം നീട്ടിക്കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല. ചാലിയാറിന്റെ അഴിമുഖത്ത് നടക്കുന്ന ബേപ്പൂർ ജലമേള കാണാൻ അഭൂതപൂർവമായ ജനത്തിരക്കാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറിച്ചപ്പോൾ ലോകമെമ്പാടും നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികളെ ഇനിയും മറക്കരുത്. വള്ളംകളി അവരുടെ സിരകളിൽ ഒഴുകുന്ന വികാരമാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൂറിസം മന്ത്രി റിയാസിൻ്റെ ഒരു വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ഒരു പത്രക്കുറിപ്പും അതുപോലെ തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡറിനകത്ത് 2.40 കോടി രൂപയാണ് ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടി അദ്ദേഹം മുടക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2.40 കോടി രൂപ വയനാട് ദുരിതത്തിൽ നിന്ന് മാക്സിമം 8 കിലോമീറ്റർ കഴിഞ്ഞാൽ ബത്തേരി സ്ഥലമായി. അവിടത്തേക്കാണ് അദ്ദേഹം 2.40 കോടി രൂപ. വയനാട് നിന്ന് 450 കിലോമീറ്റർ ദൂരമുള്ള ആലപ്പുഴയ്ക്ക് ഒരു പൈസ കൂടെ അനുവദിക്കുന്നില്ല. ആലപ്പുഴയ്ക്ക് 2.5 കോടി 3 കോടി 4 കോടിയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ട 1 കോടി ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ മതി. അതൊന്ന് ബാക്കി ഇവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇവിടുത്തെ MLA-മാർ MP-മാരോട് സഹകരിച്ച് നമ്മൾ ഈ വള്ളങ്ങൾ നടത്തും. ഒരു 60 to 80 അത്രയും ലക്ഷം രൂപ മുടക്കിയായിട്ടാണ് ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ വരുന്നത്. പക്ഷേ ഇത്രയും രൂപ മുടക്കിയിട്ട് ഒരു 3-4 ദിവസം മുമ്പാണ് വള്ളംകളി മാറ്റിവെച്ചത്. ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഞങ്ങളുടെ ക്ലബ്ബുകളും സജീവമായിരുന്നു, അതിന് ദുഃഖിക്കുന്നു. ഞങ്ങൾ അതിന് മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷേ അടുത്ത ഒരു ദിവസം പ്രഖ്യാപിക്കണം, വള്ളംകളി നടത്തണം.
പക്ഷേ ഇന്ന് ഈ സെപ്റ്റംബർ മാസം 27-ാം തീയതി നടത്താം എന്ന് ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനൊരു തീരുമാനം നടക്കുന്നതെന്ന് ഞങ്ങളുടെ അസോസിയേഷനും മറ്റു ഭാരവാഹികളൊക്കെ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങൾ അതിനകത്ത് സന്തോഷിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കുട്ടി ജേക്കബിനോട് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് വള്ളംകളി നടക്കത്തില്ല,